KKM ഇരിക്കൂറിൻ്റെ എവിടെ ദൈവം എന്ന കഥ നമുക്കൊന്ന് കേട്ടാലോ. നീണ്ടകാലം യുദ്ധം ചെയ്തതിൻ്റെ ഫലമായി അനേകം രാജ്യങ്ങൾ രാജാവ് പിടിച്ചടക്കി. പ്രതാപവും ഐശ്വര്യവും വർദ്ധിച്ചതോടെ അദ്ദേഹം മഹാ അഹങ്കാരിയായി തീർന്നു. താൻ ദൈവത്തിനേക്കാൾ വലിയവനാണെന്നും എല്ലാവരുടെയും രക്ഷിതാവാണെന്നും സ്വയം പ്രഖ്യാപിച്ചു. മഹാരാജാവിൻ്റെ വാക്കുകൾ ഈശ്വരവിശ്വാസികളെയും രാജപുരോഹിതന്മാരെയും വല്ലാതെ വിഷമിപ്പിച്ചു. രാജാവിനെ ഈശ്വരവിശ്വാസിയാക്കാൻ എന്താണൊരു മാർഗം? എല്ലാവരും ഒത്തുചേർന്ന് ആലോചിച്ചു. വ്യക്തമായ ഒരു വഴി കാണാൻ അവർക്കായില്ല. അപ്പോൾ കൂട്ടത്തിൽ ഒരു ബാലൻ എഴുന്നേറ്റ് നിന്നു പറഞ്ഞു, എല്ലാവരും സമ്മതിച്ചാൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്ത്, നിന്നെ കൊണ്ട് അതിനാവുമോ? മുതിർന്ന ഒരാൾ സംശയം പ്രകടിപ്പിച്ചു. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ എനിക്കതിനാവും. ബാലൻ്റെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ എല്ലാവരും സമ്മതം മൂളി. അടുത്ത ദിവസം ബാലൻ രാജകൊട്ടാരത്തിലെത്തി. കാവൽക്കാരൻ്റെ അനുവാദത്തോടെ അവൻ രാജസദസ്സിൽ പ്രവേശിച്ചു. ഒരു കുറിമാനം രാജാവിൻ്റെ കാൽക്കൽ സമർപ്പിച്ചു. മന്ത്രി ആ കുറിമാനം രാജാവിൻ്റെ അനുമതിയോടെ എടുത്തു ഉറക്കെ വായിച്ചു. ദൈവവിചാരം കൈവെടിയരുത്. രാജാവ് അത്ഭുതത്തോടെ ചോദിച്ചു, ബാലക, എന്താണ് നിനക്ക് വേണ്ടത്? മഹാരാജൻ, അടിയനൊരു സമ്മാനം. യാതൊരു സങ്കോചവും കൂടാതെ അവൻ പറഞ്ഞു. നിനക്ക് എന്തിനു സമ്മാനം തരണം? ഉപദേശം നൽകിയതിന്. ബാലൻ്റെ മറുപടി കേട്ട് രാജാവ് പൊട്ടിച്ചിരിച്ചു. പിന്നെ മന്ത്രിയെ വിളിച്ച് എന്തോ നിർദ്ദേശം നൽകി. മന്ത്രി ഒരു ഓലയിൽ എന്തോ എഴുതി പട്ടിൽ പൊതിഞ്ഞുകെട്ടി മുദ്ര വെച്ച് ബാലൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് കൊണ്ടുപോയി സൈന്യാധിപന് നൽകൂ. അദ്ദേഹം നിനക്കൊരു സമ്മാനം തരും. രാജാവിനെ വണങ്ങി ബാലകൻ പുറത്തിറങ്ങി. അധിക ദൂരം പോകുന്നതിന് മുമ്പ് ഒരാൾ അവനെ തടഞ്ഞു നിർത്തി. രാജകൊട്ടാരത്തിലെ സേവകനായിരുന്നു അത്. ബാലനോട് രാജാവ് പറഞ്ഞതൊക്കെ അയാൾ കേട്ടിരുന്നു. ബാലന് കിട്ടേണ്ട സമ്മാനം തട്ടിയെടുക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. പലതും പറഞ്ഞ് അയാൾ ബാലൻ്റെ കയ്യിൽ ഭദ്രമായി പൊതിഞ്ഞു വച്ചിരുന്ന കുറിമാനം തട്ടിയെടുത്തു. എന്നിട്ട് വേഗം വീട്ടിൽ ചെന്ന് പട്ടിൽ പൊതിഞ്ഞ മുദ്ര വെച്ച ആ കുറിമാനം നൽകി സ്വന്തം മകനെ സേനാധിപൻ്റെ അടുത്തേക്ക് വിട്ടു. അവനത് സേനാധിപന് നൽകി. അയാൾ മുദ്ര പൊട്ടിച്ചു, പട്ടുതുണി അഴിച്ചു, കുറിമാനം എടുത്തു വായിച്ചു. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ കുറിമാനം കൊണ്ടുവരുന്ന ബാലൻ്റെ തല ഉടനെ വെട്ടുക. സേനാധിപൻ കൽപ്പന നിർവഹിച്ചു. മകൻ്റെ മരണവാർത്തയറിഞ്ഞ് സേവകൻ പൊട്ടിക്കരഞ്ഞു. ആ കുറിമാനം കൊടുത്ത ബാലനാണ് കുറ്റക്കാരൻ എന്ന ധാരണയിൽ അയാൾ സങ്കടം ബോധിപ്പിക്കുവാൻ രാജസന്നിധിയിലെത്തി. സേവകൻ്റെയും ബാലൻ്റെയും പരാതികൾ രാജാവ് കേട്ടു. സേവകന് തൻ്റെ അത്യാഗ്രഹത്തിനുള്ള ശിക്ഷ കിട്ടിയെന്ന് രാജാവിന് ബോധ്യമായി. ബാലനോട് പൊയ്ക്കൊള്ളാൻ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വിനയത്തോടെ ബാലൻ ചോദിച്ചു, പ്രഭോ, അടിയൻ്റെ സമ്മാനം എവിടെ? നിനക്കു നിന്റെ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ? ഇതിലും വലിയ സമ്മാനം വേറെ വേണോ? വേണം തിരുമേനി, അടിയൻ്റെ ഉപദേശത്തിന്. എന്തൊരു വിഡ്ഢിത്തമാണ് നീ പറയുന്നത്? ദൈവവിചാരം കൈവെടിയരുതെന്നോ? എന്നേക്കാൾ വലിയ ദൈവമുണ്ടോ? ഉണ്ട് പ്രഭോ, ദൈവം എല്ലായിടത്തുമുണ്ട്. കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലുമുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും ദൈവം കുടികൊള്ളുന്നുണ്ട്. ഈ ലോകം രക്ഷിച്ചു പരിപാലിക്കുന്നതും ഈശ്വരൻ തന്നെ. എന്നാൽ ഞാൻ തന്നെ നിന്റെ തല വെട്ടുകയാണെങ്കിൽ നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമോ? തീർച്ചയായും ദൈവം രക്ഷിക്കും. എനിക്കതൊന്ന് കാണണം. രാജാവ് മന്ത്രിയെ വിളിച്ച് ഉടനെ ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാൻ പറഞ്ഞു. കുറച്ചകലെയുള്ള ഒരു വിജന പ്രദേശത്ത് വെച്ച് ബാലൻ്റെ തല വെട്ടുവാനായിരുന്നു രാജാവിൻ്റെ പദ്ധതി. അവർ യാത്രയായി. കുറേ ദൂരം ചെന്നതും കാലുതെറ്റി രാജാവിൻ്റെ കുതിര വീണു. വീഴ്ചയിൽ രാജാവിന് കാര്യമായ പരിക്കേറ്റു. പരിചാരകന്മാർ അദ്ദേഹത്തെ വേഗം കൊട്ടാരത്തിലെത്തിച്ചു. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം രാജാവ് സുഖം പ്രാപിച്ചു. ഒരു ദിവസം ബാലൻ കൊട്ടാരത്തിലെത്തി. രാജാവിൻ്റെ മുഖം കാണിച്ച് തൻ്റെ സമ്മാനം ചോദിച്ചു. നിന്റെ ഉപദേശം വിലയുള്ളതാണെന്ന് നിനക്ക് തെളിയിക്കാൻ സാധിച്ചാൽ ഞാൻ സമ്മാനം തരാം. തമ്പുരാൻ ക്ഷമിച്ചാലും സേവകൻ്റെയും അങ്ങയുടെയും അനുഭവം അതിൻ്റെ തെളിവല്ലേ? ബാലൻ്റെ വാക്കുകൾ രാജാവിൻ്റെ ഉള്ളിൽ തറച്ചു.
തനിക്ക് മുകളിൽ ലോകം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി.